പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. എന്താണ് യഥാർത്ഥത്തിൽ വിശ്വാസമെന്ന് നമ്മൾ വായിച്ചു പഠിക്കേണ്ടത് അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. ഒരു ദിവസം ദൈവമായ കർത്താവ് അബ്രഹാത്തെ വിളിച്ച് ദൂരേക്കൊന്ന് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. അത് അബ്രഹാത്തിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നൊരു വിളി കൂടിയായിരുന്നു. ദൈവം വിരൽ ചൂണ്ടിയ ഭാഗത്ത് തികഞ്ഞ മരുഭൂമി മാത്രമായിരുന്നു. ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവം കാണിച്ചു കൊടുത്ത വഴികളിൽ. പ്രിയപ്പെട്ടവരും ബന്ധുക്കളും എല്ലാം പിന്നിൽ ഹൃദയഭേദകമായി നിൽക്കുകയാണ്. അവരെ പിരിയണം. കൂടെയുണ്ടായിരുന്ന ഭാര്യയും കൂട്ടി അബ്രഹാം മുൻപോട്ട് നടന്നു പോവുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കണ്ണുനീരിൻ്റെ ദുരനുഭവങ്ങൾ ധാരാളമുണ്ട്. അവയൊക്കെ അതിജീവിക്കേണ്ടതായി വന്നു. ഒടുവിൽ അയാൾ ശേഖരിച്ച് വെച്ചിരുന്ന ആട്ടിൻപറ്റത്തെ പകുത്ത് സഹോദരൻ്റെ പുത്രന് കൊടുത്തിട്ട് അവൻ പച്ചപ്പുള്ള ഭാഗം തിരഞ്ഞെടുത്ത് പോകുമ്പോൾ വീണ്ടും അവൻ മരുഭൂമിയിൽ അവശേഷിക്കുകയാണ്. ഇവിടെയും അവന് പ്രത്യാശയുണ്ടായിരുന്നു. ജീവിതത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ ചൂണ്ടുവിരൽ നീണ്ട ഭാഗത്തേക്ക് നിർഭയം നടന്നു പോകുവാൻ അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യനെ പ്രേരിപ്പിച്ച ഘടകത്തിന് പറയുന്ന പേരാണ് വിശ്വാസം. ദൈവം ചിലപ്പോഴിങ്ങനെയാണ്. ചൂണ്ടുന്ന ഭാഗങ്ങളിൽ മനുഷ്യന് കൺകുളിർക്ക് കാണുവാൻ ഒന്നും ഉണ്ടാവുകയില്ല. അപ്പോഴും ദൈവം പറയുന്നത്ര ദൂരം, ദൈവം പറയുന്നത്ര കാലം നിർഭയം സഞ്ചരിക്കുവാൻ ഒരാളുടെ ഹൃദയത്തെ പ്രാപ്തമാക്കുന്ന വികാരമാണ് വിശ്വാസം. ഈ വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നവനാണ്. പിന്നീട് ദൈവം അബ്രഹാത്തെ അവൻ കാൽ വെച്ച മണ്ണ് മുഴുവൻ അവന് സമ്പന്നമാക്കി കൊടുത്തു, സ്വന്തമാക്കി കൊടുത്തു. അവൻ്റെ കയ്യിൽ ധാരാളം സ്വർണം ദൈവം കൊടുത്തു, സമൃദ്ധിയുള്ളവനാക്കി മാറ്റി. വിശ്വാസത്തിൻ്റെ ഉടമയ്ക്ക് ദൈവം കൊടുക്കുന്ന അനുഗ്രഹം അതാണ്. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ.